മോർണിംഗ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നാണെങ്കിൽ ഞങ്ങളൊരു ഷോപ്പിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി ഹായ് പറയോ? ഉറക്കപ്പറ, സേ ഹായ്. എന്നെ ഹായ് പറയാത്തെ? ഭയങ്കര കോൺസെൻട്രേഷനിൽ ഓടിക്കുവാട്ടോ. ഇന്ന് ഇച്ചിരി ട്രാഫിക് ഉണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് ഉണ്ടോ ഇവിടുത്തെ? ഇന്നൊരു ക്ലൗഡി ആയിട്ട് ഉള്ളൊരു ക്ലൈമറ്റ്. മഴയുണ്ടായിരുന്നു രാവിലെ. ഇന്നത്തെ ടെമ്പറേച്ചർ എത്ര വെച്ച? ടെമ്പറേച്ചർ 13 ഡിഗ്രി ഉണ്ട് കേട്ടോ. ഇന്ന് റോഡൊക്കെ നനഞ്ഞു കിടക്കുവോ മഴ പെയ്തിട്ട്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അമ്മാസ് ഓവനിലെത്തി. കണ്ടോ, അത് കാണുന്നുണ്ടോ? വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മാസ് ഓവനിലോട്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കയറി. ഇനി അകത്ത് ചെന്നിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ കടയിലെ ചേട്ടൻ. ഇന്നിവിടെ ആൾക്കാരധികം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചേട്ടന്റെ പെർമിഷൻ മേടിച്ചിട്ട് വീഡിയോ ചെയ്യുവാണ് കേട്ടോ. ചേട്ടന്റെ പേരെന്നാ പറയുന്നു? ചേട്ടന്റെ പേരെന്തുവാ? നാട്ടിലെവിടെയാ? ആ, ഓക്കെ. എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യമായിട്ടും. പൊറോട്ട എടുത്തോ ചോദിച്ചാ? ഞങ്ങൾ ഇവിടുന്ന് പൊറോട്ടയൊക്കെ മേടിച്ചതാണ് കേട്ടോ. ഇതെന്നാ? ആഹാ, കൊള്ളാല്ലേ. നൈസ്. ഇങ്ങനെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ കുഴലപ്പം അല്ലേ ചേട്ടാ ഇരിക്കുന്നേ? ആ, ഓ, പാസ്റ്റി. ആ, ഓക്കെ. സ്പ്രിംഗ് റോള് കുഴലപ്പം പോലെ ഇരിക്കുന്നു. അല്ലാണ്ടുണ്ട്. ഇതാണ് അപ്പൊ ഞങ്ങളുടെ മലയാളിക്കട ഇവിടുത്തെ. ഓ, ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ആക്ച്വലി. ഉണ്ടോ? കുഴലപ്പമാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ബോക്സിൽ കുറെ മിച്ചറുകൾ എല്ലാം ഇരിപ്പുണ്ട്. ഇതങ്ങനെ സ്പൈസി ആണോ ചേട്ടാ? അതോ? ആ, ഓക്കെ. അവര് പോവാറായി ഇപ്പൊ തന്നെ. ഈ ചേട്ടൻ എന്തായാലും ഞങ്ങളുടെ, അതായത് അനൂപിന്റെ വീടിന്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം അറിയാവുന്ന അവിടെ എന്ന് വെച്ചാൽ കുളത്തുപുഴ വന്നിട്ടുണ്ടല്ലോ ചേട്ടാ. പിന്നെ ഇവിടെ തെന്മല. അപ്പൊ നാട്ടിലുള്ളവർക്കൊക്കെ കാണുമ്പോ ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടനാണല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ ചേട്ടൻ ഈ കടയൊക്കെ ഒന്ന് വിപുലീകരിക്കാൻ ഇരിക്കുവാണ്. ചേട്ടൻ തന്നെയാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. നല്ലൊരു ഷോപ്പാണിത്. ഒത്തിരി അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള, നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഷോപ്പാന്ന് തന്നെ പറയാം. മണ്ണിടിച്ച് മതിക്കൊണ്ടിരിക്കുന്നില്ലേ? നീ അടിക്കാൻ പോയായിരുന്നോ? ഇല്ലില്ല, ഞാൻ എന്താ പറയാ, ഞാൻ വരുന്നതിന് മുമ്പിട്ട് അവിടെ റബ്ബർ മൊത്തം മുറിച്ചിട്ട് ഫുള്ള് ചെറിയ തൈ എസ്റ്റേറ്റ് ഒക്കെ ഒരു മേടിച്ചത്. ഈ ചേട്ടൻ ആക്ച്വലി അപ്പം ബസ് സർവീസിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, പിന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ മരം മുറിക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു അല്ലേ. മീൻസ് അനൂപിന്റെ വീട് എന്ന് വെച്ചാൽ കുളത്തുപുഴ ആ സൈഡെല്ലാം അറിയും. അതുപോലെ എൻ്റെ ഏരിയയും അറിയും, അതായത് കോഴിക്കോട്, അരീക്കോട് ആ ഭാഗമൊക്കെ അറിയും. അപ്പോൾ ഇച്ചിരി ഫേമസ് ചേട്ടനാണ്. അപ്പൊ നാട്ടിലിപ്പോ ആ ബിസിനസ് ഒക്കെ ആരാ ചെയ്യുന്നേ? ഓക്കെ ഓക്കെ. അതെല്ലാം കഴിഞ്ഞപ്പോ ചേട്ടൻ ഇവിടെ വന്ന് ഈ ബിസിനസ് ചെയ്യുവാണ്. 2 പിള്ളേരല്ലേ? 3 പിള്ളേരുണ്ട് ചേട്ടന്. ഓക്കെ, നല്ലൊരു ഷോപ്പാട്ടോ. ഇവിടെ അറിയുന്ന മലയാളീസൊക്കെ ഇവിടെ ഈ ഓർക്ക് ഏരിയയിൽ അറിയുന്നവരൊക്കെ വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ കടലമുട്ടായി, പിന്നെന്താ ബിസ്ക്കറ്റ്, പിന്നെ മാഗിയുടെ പാക്കറ്റുകൾ ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അമ്മാസ് ഓവനിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഷോപ്പിംഗ് കടയിലോട്ട് പോവാണ് കേട്ടോ. ഇനി നമ്മൾ അസ്ഡയിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കണ്ടോ? ഇവിടുന്ന്
ലെഫ്റ്റ് സൈഡിലെ വഴിയിൽ കൂടിയാണ് കേട്ടോ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. തൊട്ടടുത്ത് ആ റെഡ് കാർ പാസ് ചെയ്തില്ലേ, അതിൽ കൂടെയാണ് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ട്രെയിറ്റ് ആ പോകേണ്ടത് കേട്ടോ. ഇവിടുത്തെ ഡബിൾ ഡെക്കൺ ബസ് കണ്ടോ? അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെയാണ്. ബസ് അവിടെ പതുക്കെ സ്ലോ ചെയ്തു, കാരണം റോഡിന് വീതി ഇല്ലാത്തത് കൊണ്ട്. നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറച്ചായിട്ട് കൂടി വരുന്നുണ്ട്. ഒത്തിരി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ശകലം ആയിട്ടുള്ളൂ. 100 പേരായിട്ടില്ല. എന്നാലും അതൊരു സന്തോഷമാണല്ലോ. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ഇങ്ങനെ അടുങ്ങിയാണ് ഇവിടെ വീടുകള്. കുഞ്ഞു വീടുകളാ. കാരണം ഇവിടെ ഒത്തിരി തണുപ്പായതുകൊണ്ട് ഇവരിങ്ങനെ വലിയ വീടൊക്കെ വെച്ചാൽ പിന്നെ ഭയങ്കര പണിയാവും. അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. ചെടികളെല്ലാം വെട്ടി നിർത്തിയേക്കുന്നതുണ്ടോ? ഈ പോകുന്നത് പോസ്റ്റ്മാൻ ആണ്. ഇവിടുത്തെ റോയൽ മെയിൽ പോസ്റ്റ്മാൻ ആണ് കേട്ടോ. ഉണ്ടോ അങ്ങേരുടെ വണ്ടി നിറച്ചും പോസ്റ്റ് കാർഡുകളാണ്. നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്യുവാണ്. ഇത് ഇവിടുത്തെ ഒരു റൗണ്ട് ബോട്ടുമാണ്, ചെറിയൊരു റൗണ്ട് ബോട്ടാണ്. നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്ത് നമ്മൾ അസ്ഡ എന്ന് പറയുന്ന ഷോപ്പിംഗ് സെന്ററിലോട്ടാണ് പോകുന്നത്. നമ്മൾ എപ്പോഴും അവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് വേറൊരു ഷോപ്പും കൂടി ഇപ്പം നിങ്ങൾക്ക് കാണാം. റേഞ്ച് എന്നാണ് ആ ഷോപ്പിന്റെ പേര്. കണ്ടോ റേഞ്ച്. ഇവിടെ ഈ ഷോപ്പിലും നമ്മൾ വരാറുണ്ട് ഇടയ്ക്ക്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫർണിച്ചർ ഐറ്റംസ് എന്ന് വെച്ചാൽ ഇന്റീരിയർ ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഷോപ്പാണ് അത്. ഇപ്പുറത്തെ സൈഡില് വണ്ടികളുടെ ഷോറൂമാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും അതിനൊക്കെ നല്ല വിലയാണ് അവർ കൊടുത്തേക്കുന്നത്. ഉണ്ട് ഇവിടെ ആൽഡി എന്ന് പറയുന്ന ഒരു ഷോപ്പ് കാണാം ഈ സൈഡിലായിട്ട്. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ റോഡിന്റെ സൈഡില്. ഇവിടെ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കും ചിട്ടയോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം പെഡസ്ട്രിയൻസിന് ലൈറ്റ് വന്നാൽ മാത്രമേ അവർക്ക് റോഡിൽ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് അവർക്ക് ചാടാനൊന്നും പറ്റില്ല. അതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്നവർ നിർത്തി കൊടുക്കണം അവരുടെ ലൈറ്റ് തെളിയുമ്പം. ഇതൊരു റൗണ്ട് പോട്ട്. അപ്പം നമ്മൾ ഇത് കണ്ടോ ഇവിടെ ഈ കോംപ്ലക്സ്, ഇതാണ് മങ്സ് ക്രോസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ആക്ച്വലി നമ്മൾ അസ്റ്റേനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. ഉണ്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ അസ്റ്റ എന്ന് എഴുതിയേക്കുന്നത്. നമുക്ക് അങ്ങനെ ഒത്തിരി ഷോപ്പിംഗ് ഒന്നും ഇല്ലല്ലോ ഇച്ച. ഉണ്ട് അസ്റ്റ. ഇതാണ് നമ്മുടെ സ്ഥലം. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുകയാണ് ഇനി. അത്യാവശ്യം തിരക്കുണ്ട് കണ്ടോ. എല്ലായിടത്തും തന്നെ വണ്ടികളെല്ലാം ഉണ്ട്. ട്രോളിയൊക്കെ എടുത്തു നമ്മൾ ഷോപ്പിലോട്ട് കയറുകയാണ്. ഇവിടെ വന്ന് കഴിച്ചാ ബനാന നമ്മുടെ ഒരു മെയിൻ ഐറ്റമാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മൾ കുറച്ച് ബനാന എടുക്കുവാണ് കേട്ടോ. മതി മതി ചേച്ചാ, കുറച്ച് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബ്രോക്കോളി എടുക്കായിരുന്നു. ഒരു പൈനാപ്പിൾ എടുത്താലോ ചേച്ചാ? അതിൻ്റെ വില അവിടെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. 1.90 പൗണ്ടാണ്. നമ്മളങ്ങനെ ചീര തപ്പിപ്പോയതാണ്. ചീര എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ നല്ലതാണ് കേട്ടോ. ഹീമോഗ്ലോബിൻ ലോ ഉള്ളവരെല്ലാം ചീര എടുത്ത് സംതൃപ്തി അടയും. ഇത് നല്ലതെന്ന് തോന്നുന്നല്ലോ ചേച്ചാ, ഫ്രണ്ടിലിരിക്കുന്നത്. ചീരയുടെ വില കണ്ടോ? 1.29 പൗണ്ടാണ് ചീരയ്ക്ക്. പിന്നെ ഇനി നമ്മൾ ബ്രോക്കോളിക്ക് ഇവിടെ അത്ര പൈസ ഇല്ല കേട്ടോ. 79 പെൻസേ ഉള്ളൂ.
നമ്മള് 45 പെൻസ് ആയിരുന്നു, അതിന്റെ ഇപ്പൊ 79 നമ്മളങ്ങനെ 2-3 ബ്രോക്കലി എടുക്കാണ് കേട്ടോ. അവോക്കാഡോ ആണ്. അവോക്കാഡോയ്ക്ക് 89 പെൻസ്. ഇതിന് വില കുറഞ്ഞു കേട്ടോ ഇച്ചിരി. പിന്നെ ബീട്രൂട്ട് ഒക്കെ കണ്ടോ. ഇനി നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കുവാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കൂട്ട് എന്തെങ്കിലും ഒക്കെ മേടിച്ചിട്ട് എന്ത് സംഭവം. ഇതാണ് നമ്മൾ യൂഷ്വലി പിള്ളേർ സ്കൂള് വിട്ട് വരുമ്പോൾ കൊടുക്കുന്നതാണ്. എന്ത് വെച്ചാൽ ഇതിൻ്റെ പേര് ഹാമാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബർഗർ പോലെ ആക്കി കൊടുക്കും. ഇതാണ് അവർക്ക് യൂഷ്വലി കൊടുക്കുന്നത്. കണ്ടോ, ബർഗർ ആക്കി കൊടുക്കാൻ നല്ലതാണ്. ഇത് ഹണി റോസ്റ്റ് ഡ്രൈ കർഡ് ഹാമാണിത്. അപ്പം ഇതിൻ്റെ ഒരു പാക്കറ്റിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. 2 എണ്ണം എടുത്താൽ 3 പൗണ്ട് കൊടുത്താൽ മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഞങ്ങളുടെ ചിലവുള്ള ഒരു സാധനമാണിത്, മിൽക്കിന് ഇച്ചിരി ചിലവ് കൂടുതലാണ് അവിടെ. മിൽക്കിൻ്റെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അത് ഒരു ബോട്ടിൽ എത്ര ചോദിച്ചോ? അതായത് അല്ല, അതിന് എത്ര ലിറ്റർ? അത് 3 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഇവിടെ യോഗട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. അതാണ് നമ്മൾ എടുത്തത് കേട്ടോ. ബ്ലീച്ച് ഒരെണ്ണം എടുത്തു, നമ്മളുടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. വൈൻ സെക്ഷനാണ് ഇവിടുത്തെ ആൽക്കഹോൾ സെക്ഷൻ ആയിരിക്കുന്ന കേട്ടോ. ഒത്തിരി ഉണ്ട് ഇവിടെ. ഷോപ്പിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലച്ചമ്മയുടെ രാവിലത്തെ ഭക്ഷണം കേട്ടോ. ഈ സീരിയലാണ് അവൾ കഴിക്കുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത് കഴിച്ചിട്ടാണ് ആശാത്തി പോകുന്നത്. കണ്ടോ, ഇങ്ങനത്തെ കൂട്ട് ബൺ മേടിച്ചിട്ട് നമ്മൾ അത് ബർഗർ പോലെ ആക്കിയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഈ ഹാമും വെച്ച് പിന്നെ ചീസും വെച്ച് കൊടുക്കും. അപ്പോൾ അത് ഓക്കെയാണ്. അവർ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ അവരുടെ വിശപ്പ് നടങ്ങാൻ അത് നല്ലതാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. ലേച്ചാ ഇനി നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവാണ്. അസ്ഡയിലൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വരുമ്പം അസ്ഡ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു മൊബൈൽ ആപ്പാണ് ഇവിടെ. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അതൊക്കെ ഇവിടെയുള്ളവർക്ക് ഉപകാരപ്രദമാണ്. അപ്പം നമുക്ക് അതിനകത്തോട്ട് പോയിന്റ് കയറും. ഇത്ര പോയിന്റ് ആയി കഴിഞ്ഞാൽ പോയിന്റ് അല്ല, അതിനകത്തോട്ട് പൈസ കയറും. ഇത്ര പോയിന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് വൗച്ചറാക്കി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങളുടെ അസ്ഡ റിവാർഡ് പോയിന്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. നമ്മളിത് ഫോണിലാണ് ചെയ്യുന്നത്. കാണിച്ചു തരാവേ. ഇതുണ്ട് ഇവിടുത്തെ ആൽക്കഹോൾ ആൻഡ് ബിയർ സെക്ഷനാണ്. ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. എല്ലാ കടയിലും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ UK എല്ലാ കടയിലും ഉണ്ട്. ഞങ്ങളുടെ ഫോണിലെ അസ്ഡ റിവാർഡ് ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, അസ്ഡ റിവാർഡ്. അപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം എത്രയുണ്ടടാ? നമ്മുടെ ഇതിനകത്ത് ഇപ്പം ഉണ്ട് 5.90 പൗണ്ടാണ്. അപ്പം നമുക്ക് 20 പൗണ്ടൊക്കെ ആക്കി കഴിയുമ്പോൾ നമുക്ക് വൗച്ചർ ആക്കാതെ എന്നിട്ട് അത് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. നമ്മുടെ വണ്ടി വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോവാണ്. ഭാര്യയ്ക്ക് വണ്ടി ഉണ്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണുന്നത്. അപ്പൊ ഞാനൊന്ന് ട്രോളി ഒരുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമുക്ക് ഇപ്പം അസ്ഡ റിവാർഡ് പോയിന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, കാണിച്ചു തന്നില്ലേ. അതിപ്പം നമ്മൾ ഈ നമ്മുടെ സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു ബാർകോഡുണ്ട്. അതും കൂടെ സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇപ്പോഴേ അതിൻ്റെ അകത്ത് എത്ര എമൗണ്ട് കയറി നമുക്ക് കാണാൻ പറ്റത്തില്ല. മേ ബി കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്ന് തന്നെ അറിയാം. വീട്ടിൽ ചെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് എത്ര കയറിയെന്ന്. ചിലപ്പോൾ ഈ ഷോപ്പിങ്ങിൽ ഞങ്ങൾക്ക് 1 പൗണ്ട് എങ്ങാനും കയറി കാണത്തുള്ളായിരിക്കും.
പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒത്തിരി പ്രാവശ്യം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വൗച്ചർ കിട്ടി. നമ്മൾ വൗച്ചർ എടുത്ത് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 പൗണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും അത് നമുക്ക് വൗച്ചറാക്കി മാറ്റാം, എന്നിട്ട് നമുക്കത് പേ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. എല്ലാ കടയിലും ഉണ്ട്. ഇവിടെ ടെസ്കോയിൽ ചെന്ന ക്ലബ് കാർഡുണ്ട്, പിന്നെ മോറിസൺ ചെന്നാലും മോറിസൺ മോർ കാർഡുണ്ട്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. കാരണം ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പം വിലയിൽ അങ്ങനെയല്ല, എന്നാലും നമുക്കൊരു കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് മാത്രം. ഞങ്ങളിനി സൂപ്പർ റഗ് എന്ന് പറയുന്നൊരു കടയിൽ, ഇവിടെ ഈ കോംപ്ലക്സിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്. അവിടെ പോയി ക്രീമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. അപ്പോൾ എനിക്കൊരു ഹെയർ ജെല്ല് മേടിക്കണമെന്നുണ്ട്. ഹെയർ ജെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുടിയൊക്കെ ഇച്ചിരി അങ്ങ് ഒതുങ്ങിയിരിക്കാനേ ഇങ്ങനെ ഭൂതം പോലെ ഇരിക്കും ഇല്ലെങ്കിൽ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ജെല്ല് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇതാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇവിടെ തന്നെയാണ് കേട്ടോ. നമുക്ക് നടന്നു വരാനേ ഉള്ളൂ. അസ്ഡയിൽ വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങ് വണ്ടിക്ക് വന്നെന്ന് മാത്രം. കണ്ടോ, സൂപ്പർ ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കാണിച്ചു തരാവേ. ഇച്ചിരി കൂടെ ക്ലിയർ ആക്കി തരാം. ന്യൂ ലുക്കിൻ്റെ അടുത്തായിട്ട്, ന്യൂ ലുക്കിൻ്റെ ഇപ്പറയുണ്ട് കണ്ടോ, സൂപ്പർ ഡ്രഗ് ക്ലാക്സ്. അപ്പോൾ ആ ഷോപ്പിലൊന്ന് പോകണം. അവിടെ ക്രീമുകൾക്കൊക്കെ വില കുറവൊന്നുമില്ല, എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സാധനം. ഇതാണ് ആക്ച്വലി നല്ലത്. ഇതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ, ഡ്രൈ ഹെയറിന് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല ഷൈനി ആയിട്ടിരിക്കും. ഇതിന് ഒരെണ്ണത്തിന് 12.99, അതായത് 13 പൗണ്ടെന്ന് പറയും. ഇത് പക്ഷേ ഡീടാങ്കുലർ ലീവ്-ഇൻ സ്പ്രേ ആണ്, ഡ്രൈ ഹെയറിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 5.99 കേട്ടോ. ഇച്ചിരി വില കുറവുണ്ട്. എനിവേ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ. 3 എണ്ണം എടുത്താൽ 2 എണ്ണത്തിൻ്റെ പൈസ കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും ഈ ലോറിയലിൻ്റെ പ്രൊഡക്റ്റ് ഹെയറിൽ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. എനിക്കതാണ് നല്ലത്. ഇച്ചിരി ഹെയർ ഫോൾ കുറഞ്ഞതായിട്ട് തോന്നും. അനൂപ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് പുച്ഛത്തോടെ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചത് ഇത് കണ്ടോ, ഇത് ഈ മൾട്ടി വിറ്റമിൻസ് ആണ് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, പിള്ളേരുടെ മൾട്ടി വിറ്റമിൻസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ ഈ പിള്ളേർ വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് വിറ്റമിൻ ഡി ഒക്കെ കുറയാൻ നല്ല ചാൻസ് ഉണ്ട് ബോഡിയിൽ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ മൾട്ടി വിറ്റമിൻസ് കൊടുക്കാറുണ്ട് പിള്ളേർക്ക്. ഇത് നല്ലത്. അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. ഇതൊരു ഫ്ലേവറബിളാണ്, സ്ട്രോബെറി ഫ്ലേവറാണ്. ഇങ്ങനെ ക്യാൻഡി പോലെ ഇരിക്കും. അപ്പം ഇതൊക്കെ നല്ലതാണ് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഉണ്ടോ 6.75, അതായത് 3 എണ്ണം എടുത്താൽ 2 എണ്ണത്തിൻ്റെ പൈസ കൊടുത്താൽ മതി. എന്നാൽ പോലും നല്ല വിലയുണ്ട്. ഇത് ഇങ്ങനത്തെ പൗഡറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? നമ്മുടെ നാട്ടിലെ ക്യൂട്ടിക്കൂറ കണ്ടോ, അതിൻ്റെ വില കണ്ടോ 4.99. പക്ഷേ ഇതിനൊരു നല്ല സ്മെല്ലാണ് കേട്ടോ. എടുക്കുന്നു വെച്ചാ നമ്മളങ്ങനെ ഒരു ക്യൂട്ടിക്കൂറയും കൂടി എടുത്തു. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇലകളെല്ലാം പഴുത്ത് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ ഇനി ഓട്ടം സീസൺ ആയതുകൊണ്ട് ഈ ഗ്രീൻ എല്ലാം മാറി ഇതിങ്ങനെ ഇലകളെല്ലാം പഴുത്ത് നിൽക്കും, യെല്ലോ കളറിൽ നിൽക്കും. അതൊരു പ്രത്യേക ബ്യൂട്ടി തന്നെയാട്ടോ കാണാൻ. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ സമയം 12:30 കഴിഞ്ഞു. 1 മണിയാകാറാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12:30 ഇപ്പൊ സമയം 12:24 ആയതേ ഉള്ളൂ. അപ്പൊ 12:30 ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. പിന്നെ എന്നാ, ഇനി എനിക്ക് പിള്ളേരെ വിളിക്കാൻ പോണം. വരുവോ? നെവർന്ന് വരത്തില്ല. ഇനി ഉറങ്ങാൻ പോവാന്നാ പറയുന്നത്. ഉറങ്ങാൻ പോയാലും ഉറക്കം വരുമോന്നൊന്നും അറിയത്തില്ല. ഇതാണ് പ്രശ്നം. ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ രാവിലെ ഉറക്കം വരുന്നത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഉറക്കം വരും. പിന്നെ അത് നമ്മൾ ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ അനൂപ് നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ഉറങ്ങാൻ കടന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല ചില നേരത്തെ. ഭയങ്കര ഒരു പാടാണ്. പിന്നെന്താ വേറെ എന്നാ പറയാനുള്ള? ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ്
ക്ലൈമറ്റ് ഇച്ചിരൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഇച്ചിരൂടെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു ക്ലൗഡി ആയിരുന്നു, ഇപ്പൊ ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇച്ചിരൂടെ കൂടിയെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ എത്രയാടാ കാണിക്കുന്നത്? ഇപ്പൊ 15 നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ 13 കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ 15. കണ്ടോ, പട്ടീനെയൊക്കെ ആയിട്ട് നടക്കുന്നവരാണ്. ക്ലൈമറ്റ് കണ്ടോ, ഇവിടെ ഇപ്പൊ ഇച്ചിരി വെയിലാകാൻ തുടങ്ങി, ഇവിടെ തെളിഞ്ഞു. വീടുകളൊക്കെ കണ്ടോ, അടുങ്ങി. ഇതെല്ലാം സെമി ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് വീടുകൾ അങ്ങനെയാണ് പറയുന്നത്. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ 2 വീടുകൾ ഒന്നിച്ചാണ്. ഇപ്പൊ 2 ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഇവിടെ ഒത്തിരി സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അയലോക്കംകാർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആവും. നമ്മുടെ നാട്ടിലെ പോലെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലല്ല അയലോക്കംകാർ താമസിക്കുന്നത്. അവരുടെ നമ്മുടെ വീടിന്റെ ഒരു ഭിത്തിയായിട്ട് അവരുടെ വീടിന്റെ ഒരു ഭിത്തി അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് ഒരു ഭിത്തി നമ്മൾ കോമൺ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ കണ്ടോ, ഇലകളെല്ലാം ഇങ്ങനെ ഏകദേശം പഴുത്തുകൊണ്ടിരിക്കുന്നു. നല്ല രസമാണ് ഇതും കാണാൻ. ഇത് കഴിഞ്ഞിട്ടുള്ള സീസണാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, എന്ന് വെച്ചാൽ നമ്മുടെ വിന്റർ സീസൺ. നമുക്കിവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, പ്രയോറിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടികളും നമുക്ക് വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. ഇവിടുത്തെ ബസ്സാണിത്. ഇവിടെ ബസ്സിനൊക്കെ നമ്പറാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബസ്സിനൊക്കെ പേരുകളല്ലേ, അതിന് പകരം ഇവിടെ നമ്പറാണ്. ഇതാ ഈ മുകളിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു ഇടവഴിയുണ്ട്. ഈ ഇടവഴി കൂടെയാണ് നമ്മൾ പിള്ളേരെ വിളിക്കാൻ പോകുന്നത് കേട്ടോ. ഈ റൂട്ടാണ് പിള്ളേരുടെ സ്കൂളുള്ള റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള ലെഫ്റ്റ് ടേൺ ആണ് നമ്മുടെ വീട്ടിലോട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള ടേണിംഗ് പോയിന്റ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എന്താ പറയാ, റോയൽ മെയിലിന്റെ ഒരു വലിയൊരു മെയിൻ ഓഫീസ് ഇവിടെ നമ്മുടെ തൊട്ടടുത്താണ്. അതാണ്ട് ഈ കാണുന്നതാണ്, ആ ഗ്രീൻ കാറിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് റോയൽ മെയിലിന്റെ ഓഫീസ്. അപ്പൊ അവിടെയാണ് എല്ലാം നമ്മള് നമുക്ക് എന്തെങ്കിലും കൊറിയർ ഒക്കെ ഉണ്ടോ. ഇതാണ് റോയൽ. ആ സൈഡിൽ ഉണ്ടോ, റെഡ് കളറിൽ ഇച്ചിരി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൊറിയർ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യും. അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ നമുക്ക് എങ്ങോട്ടേലും ലെറ്റർ അയക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വേണം ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ. കണ്ടോ, നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് എത്താറായി. ഉണ്ടോ, ഈ ഇലകളെല്ലാം ഇനി റെഡ് കളർ ആവും. ഇവിടുത്തെ ഇലകളെല്ലാം നമ്മള് പാർക്കിംഗ് സ്പേസിലോട്ട് എത്തി. നമ്മുടെ പാർക്കിംഗ് സ്പേസിലോട്ട് ഇപ്പൊ ഇവിടെ സമയം 12:29. അപ്പൊ നമ്മള് 12:30 മുമ്പ് വീട്ടിലെത്തി. ഇനിയിപ്പൊ മുകളിലോട്ട് നമ്മുടെ 3ാം നിലയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ലോഗ്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് കയറ്റിയിട്ട് കാണിക്കുന്നൊന്നുമില്ല, കാരണം ആ ഡ്രസ്സ് മാറി അനൂപ് ഉറങ്ങാൻ പോവും ടയേർഡായതുകൊണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 3 മണി കഴിയുമ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും പിള്ളേരെ വിളിക്കാൻ വേണ്ടി. മമ്മീൻ്റെ അടി വീട്ടിലുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ ഷോപ്പിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം ചേച്ചാ? Like and subscribe. Do like, share and subscribe. Thank you for watching. Bye. Bye.